ക്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. യൂണിയൻ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ വിവരങ്ങൾ യൂണിയൻ ബാങ്കിൻ്റെ തന്നെ പ്രിൻറ്റിംഗ് മെഷീനിലൂടെ നമുക്ക് തന്നെ പോയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. യൂണിയൻ ബാങ്കിൻ്റെ പ്രിൻറ്റിംഗ് മെഷീന് എല്ലാ ഭാഗത്തൊന്നുമില്ല. ചില ATM കൗണ്ടറുകളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്, അതേപോലെ ബാങ്കിലും ചില ബാങ്കുകളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സ്വയം നമ്മുടെ പാസ്ബുക്ക് ആ മെഷീനിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ആ ട്രാൻസാക്ഷൻ വിവരങ്ങളൊക്കെ ആ പാസ്ബുക്കിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാനാകും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ആ പാസ്ബുക്ക് വെക്കേണ്ടത് എങ്ങനെയാണ്, അതിലെ ഓപ്ഷനുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വന്നാൽ അതിൽ ബാങ്കിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് തുടങ്ങിയ വിവരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ ഷെയർ ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യൂണിയൻ ബാങ്കിൻ്റെ ATMൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതേപോലെ യൂണിയൻ ബാങ്കിൻ്റെ വിഡ്രോവൽ ഫോം പോലുള്ള ബാങ്കിൽ നൽകി വരാറുള്ള ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തമ്പനയിലും ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ ഇവയിലൊക്കെ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, യൂണിയൻ ബാങ്കിൻ്റെ പ്രിൻറ്റിംഗ് മെഷീനിൽ നമ്മുടെ പാസ്ബുക്ക് പ്രിൻറ്റ് ചെയ്യാനായി നമുക്ക് നേരെ യൂണിയൻ ബാങ്കിൻ്റെ പ്രിൻറ്റിംഗ് മെഷീൻ ഉള്ളിടത്തേക്ക് പോകാം. ഇതാണ് യൂണിയൻ ബാങ്കിൻ്റെ പാസ്ബുക്ക് പ്രിൻറ്റിംഗ് മെഷീൻ. അതിൻ്റെ സ്ക്രീനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് പാസ്ബുക്കിൽ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി ഈ മെഷീൻ്റെ മറ്റൊരു ഭാഗം ഇതാണ്. ഈ ഭാഗത്തു കൂടിയാണ് നമ്മുടെ പാസ്ബുക്ക് മെഷീനിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ആ ഉള്ളിൽ ആ ഒരു കറുത്ത ഭാഗം കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പാസ്ബുക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് കൂടെയാണ് നമ്മുടെ പാസ്ബുക്കിൻ്റെ മുന്നിലുള്ള വശം ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഉള്ളിലേക്ക് തള്ളി കൊടുക്കേണ്ടത്. ഇനി പാസ്ബുക്ക് മെഷീനിലേക്ക് വെക്കുമ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് ആ പേജൊക്കെ ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. അല്ലെങ്കിൽ ആ ഭാഗമൊക്കെ മടങ്ങി ഉള്ളിലേക്ക് കയറി ചിലപ്പോൾ ജാമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കറക്റ്റാക്കി നമ്മൾ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ മെഷീൻ തന്നെ പാസ്ബുക്കിനെ ഉള്ളിലേക്ക് വലിക്കുന്നതാണ്. അപ്പോൾ കൈയെടുക്കുക. ഇനി പാസ്ബുക്ക് മെഷീനിൽ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഞാൻ അവസാനമായിട്ട് ഈ പാസ്ബുക്ക് മെഷീനിൽ പ്രിൻ്റ് എടുത്തപ്പോൾ ഇത്ര ഭാഗം മാത്രമേ പ്രിൻ്റായി വന്നിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അവസാനമായി ചെയ്ത ട്രാൻസാക്ഷനും പ്രിൻ്റായി കഴിഞ്ഞപ്പോൾ ഇത്ര മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രിൻറ്റിംഗ് മെഷീനിൽ ഇത്ര ഭാഗം മാത്രം പ്രിൻ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി സ്പേസ് ഇത്രയും ഇവിടെ കാണുന്നത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും എൻ്റെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷനുകളൊക്കെ നടത്തിയതിന് ശേഷം വീണ്ടും പ്രിൻ്റ് എടുക്കാൻ പാസ്ബുക്ക് മെഷീനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു പേജ് തന്നെയാണ് ഞാൻ അകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. കാരണം അവസാനമായി ഞാൻ ചെയ്തപ്പോൾ ഇത്രയും സ്പേസ് ഇതിൽ ബാക്കി വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഭാഗം തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാതെ നമ്മൾ അടുത്ത പേജ് മറിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ താഴെ കുറച്ച് ഭാഗത്ത് ഇനിയും പ്രിൻ്റ് ആകാനുണ്ടല്ലോ. ആ ഭാഗത്ത് പ്രിൻ്റ് ആകേണ്ട കാര്യങ്ങൾ മാത്രമേ അടുത്ത പേജ് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ പ്രിൻ്റ് ആവുകയുള്ളൂ. അതായത് ബാക്കി സ്ഥലം വെറുതെ നമുക്ക് നഷ്ടമായി പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഈ പേജിൽ കുറച്ചെങ്കിലും സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അടുത്ത തവണ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്ബുക്ക് മെഷീനിൽ വെക്കുമ്പോൾ ആ പേജ് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാസ്ബുക്ക് മെഷീനിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ സൈഡൊക്കെ മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിവർത്തിയതിന് ശേഷം മാത്രമേ മെഷീനിലേക്ക് പാസ്ബുക്ക് വെച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ പാസ്ബുക്ക് ചിലപ്പോൾ മെഷീനിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, അങ്ങനെ മെഷീനിലേക്ക് പാസ്ബുക്ക് ഉള്ളിലേക്ക് പോയാലും പ്രിന്റ് ആകുന്ന സമയത്ത് ഈ മടങ്ങിയ ഭാഗത്തൊക്കെ പ്രിന്റായി പുറത്തേക്ക് വന്നു പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് അടുത്ത പേജിന്റെ ഭാഗമാണല്ലോ ഇവിടെ മടങ്ങി കാണുന്നത്. അപ്പോൾ കുറച്ച് ട്രാൻസാക്ഷന്റെ ഭാഗങ്ങളൊക്കെ പ്രിന്റ് ആയതൊക്കെ അടുത്ത പേജിലായി പോകും. ഇനി മറ്റൊരു പ്രശ്നം പറയാം. നമ്മൾ ഈ മെഷീനിന്റെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് പാസ്ബുക്കിനെ മെഷീനിലേക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ പാസ്ബുക്ക് അകത്തേക്ക് പോയതിന് ശേഷം ചിലപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ
1 വർഷത്തിലേറെ പഴക്കമുള്ള ഡാറ്റ കിയോസ്കിൽ പ്രിന്റ് ചെയ്യാൻ കഴിയില്ല, ശാഖയുമായി ബന്ധപ്പെടുക എന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ ട്രാൻസാക്ഷനുകളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 വർഷത്തിലേറെയായിട്ട് പാസ്ബുക്കിൽ പ്രിന്റുകളൊന്നും എടുത്തിട്ടില്ല എങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്ബുക്ക് നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു തരാൻ പറയുക. അപ്പൊ അവർ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ആ പാസ്ബുക്കിനെ ഈ പ്രിന്റിംഗ് മെഷീനിൽ കൊണ്ടുവന്ന് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു പ്രശ്നം ഞാൻ പറയാം. പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്യുന്നതിനായിട്ട് മെഷീനിന്റെ സ്ക്രീനിലെ ഓപ്ഷനുകളെ സെലക്ട് ചെയ്ത ശേഷം ഞാൻ പാസ്ബുക്കിനെ മെഷീനിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തള്ളിക്കൊടുത്ത് നോക്കി, പക്ഷെ അത് അകത്തേക്ക് കയറുന്നില്ല. അപ്പൊ സ്ക്രീനിൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സോറി വി റിഗ്രറ്റ് ദിസ് പാസ്ബുക്ക് പ്രിന്റിംഗ് കിയോസ്ക് ഈസ് ടെമ്പററിലി ഔട്ട് ഓഫ് സർവീസ് എന്ന് കാണിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വല്ല നെറ്റ് എറർ കാരണമോ അല്ലെങ്കിൽ മെഷീനിന്റെ സാങ്കേതിക തകരാറുകൾ മൂലമോ ചിലപ്പോൾ ഇങ്ങനെ വരാം. അപ്പൊ നിങ്ങൾ പാസ്ബുക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും മെഷീൻ ശരിയാകും. അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണ് മെഷീൻ ഉള്ളതെങ്കിൽ അന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് വന്നിട്ട് നിങ്ങൾ പ്രിന്റ് എടുക്കാൻ നോക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് നമ്മുടെ പാസ്ബുക്കിൽ ഈ മെഷീനിലൂടെ പ്രിന്റ് എടുക്കുന്നതെന്ന് നോക്കാം. ഈ മെഷീനിന്റെ സ്ക്രീന് ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഓപ്ഷനുകളെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഷ സെലക്ട് ചെയ്തുകൊണ്ടും പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തുകൊണ്ടാണ് എങ്ങനെ പ്രിന്റ് എടുക്കാമെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ മലയാളം എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്തതും തന്നെ ഇവിടെ സ്ക്രീനിൽ പാസ്ബുക്കിന്റെ അവസാനമായി അച്ചടിച്ച പേജ് മെഷീനിലേക്ക് വെച്ചു കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാസ്ബുക്കിൽ ആദ്യമായിട്ടാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് പുതിയ പാസ്ബുക്ക് ആണ്. ഇതിനു മുമ്പ് ഇതിൽ പ്രിന്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ പാസ്ബുക്ക് തുറക്കുമ്പോൾ തന്നെ അക്കൗണ്ടിന്റെ വിവരങ്ങളുള്ള പേജ് ഉണ്ട്. അതിന്റെ അടുത്ത പേജ് മറിച്ചിട്ടാണ് ഇതുപോലെ ഒന്നും പ്രിന്റ് ചെയ്യാത്ത ആ പേജാണ് വെച്ചു കൊടുക്കേണ്ടത് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ വെച്ചു കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് തള്ളി കൊടുത്തു. അപ്പൊ മെഷീൻ പാസ്ബുക്കിനെ ഉള്ളിലേക്ക് വലിക്കുകയാണ്. അപ്പൊ ഞാൻ കൈയെടുത്തു. ഇപ്പൊ സ്ക്രീനിൽ ദയവായി കാത്തിരിക്കും, നിങ്ങളുടെ പാസ്ബുക്കും ബാർകോഡും പരിശോധിച്ച് വരികയാണ് എന്ന് കാണിച്ചിരിക്കുന്നു. ബാർകോഡിനെ കുറിച്ച് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്ബുക്കിന്റെ ബാർകോഡ് ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. പുതിയ പാസ്ബുക്ക് ആകുമ്പോൾ ചിലപ്പോൾ ബാർകോഡ് അവർ അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാർകോഡ് അപ്ഡേറ്റ് ചെയ്യാതെ നിങ്ങൾ മെഷീനിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ പാസ്ബുക്ക് പ്രിന്റ് ആകാതെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ പാസ്ബുക്കിനെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാർകോഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ സ്ക്രീനിൽ എന്റെ പേരും അക്കൗണ്ട് നമ്പറൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് പാസ്ബുക്ക് ആണോ വെച്ച് കൊടുക്കുന്നത് ആ പാസ്ബുക്ക് ആരുടെ അക്കൗണ്ട് ആണോ അവരുടെ പേര്, അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെയാണ് ഇവിടെ കാണിക്കുക. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന പക്ഷം ഇവിടെ താഴെ ദയവായി അവതരിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അല്ല അത് തെറ്റാണെന്ന് തോന്നുന്ന പക്ഷം ആ ഓപ്ഷന് നേരെ താഴെയായിട്ട് റദ്ദാക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൽ നിന്ന് പാസ്ബുക്ക് റിട്ടേൺ വരുന്നതാണ്. അപ്പൊ ഞാൻ വെച്ചു കൊടുത്ത പാസ്ബുക്കിലെ എന്റെ വിവരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ദയവായി അവതരിപ്പിക്കുക എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതും സെലക്ട് ചെയ്തപ്പോൾ ഞാൻ വെച്ചു കൊടുത്ത പേജിൽ ട്രാൻസാക്ഷൻ വിവരങ്ങളൊക്കെ പ്രിന്റ് ആയ ശേഷം പാസ്ബുക്ക് ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ സ്ക്രീനിൽ ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? കൂടുതൽ എൻട്രികൾ ഇനിയും പ്രിന്റ് ചെയ്യാനുണ്ട്, ദയവായി അടുത്ത പേജ് ഉള്ളിൽ വെക്കുക എന്നാണ്. അപ്പൊ ഇനിയും കുറെ ട്രാൻസാക്ഷനുകൾ പ്രിന്റ് ആകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത പേജ് മറിച്ചിട്ട് വീണ്ടും മെഷീനിലേക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പേജ് മറിച്ചതിന് ശേഷം വീണ്ടും മെഷീനിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ മെഷീൻ പാസ്ബുക്കിനെ ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അതിൽ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ക്രീനിൽ കാത്തിരിക്കാനൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രിന്റ് ആയതിനു ശേഷം പാസ്ബുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ക്രീനിൽ വീണ്ടും കൂടുതൽ എൻട്രികൾ ഉണ്ട്. അതുകൊണ്ട് വീണ്ടും പാസ്ബുക്ക് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കുറെ ട്രാൻസാക്ഷനുകൾ പ്രിന്റ് ആകാനുണ്ടെങ്കിൽ സ്ക്രീനിൽ വീണ്ടും വീണ്ടും ഇതേപോലെ കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പാസ്ബുക്കിലെ പേജുകൾ മറിച്ചുകൊണ്ട് മെഷീനിലേക്ക് പാസ്ബുക്കിനെ വെച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ പ്രിന്റ് ആയിട്ട് പാസ്ബുക്ക് തിരിച്ചു വന്നിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീനിൽ പാസ്ബുക്ക് കൃത്യമായി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങളുടെ പാസ്ബുക്ക് സ്വീകരിക്കൂ, നന്ദി, നിങ്ങളെ വീണ്ടും സേവിക്കാൻ ഞങ്ങൾക്ക് അവസരം തരൂ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവസാനത്തെ ട്രാൻസാക്ഷനും പ്രിന്റായി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ നമുക്ക് പാസ്ബുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, അവസാനത്തെ ട്രാൻസാക്ഷനും പ്രിന്റ് ആയതിനു ശേഷം പാസ്ബുക്കിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. ഈ പേജാണ് ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് കേട്ടോ. ഇനി അടുത്ത തവണ ഞാൻ പ്രിന്റ് എടുക്കാൻ വരുമ്പോൾ ഈ ഭാഗം തന്നെയാണ് ഞാൻ മെഷീനിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ ഈ രീതിയിലാണ് യൂണിയൻ ബാങ്കിന്റെ പാസ്ബുക്ക് പ്രിന്റിംഗ് മെഷീനിൽ മലയാളം ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പാസ്ബുക്കിൽ പ്രിന്റുകൾ എടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.